ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 37 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 38ാമത്തെ ശ്ലോകം. യദ്യപ്യേതേ ന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. അർത്ഥം നോക്കാം. യദ്യപി എന്നാലും, ഏതേ ഇവർ, ന ഇല്ല, പശ്യതി കാണുക, ലോഭോപഹത ചേതസഃ ബുദ്ധിഹീനരായ അത്യാഗ്രഹികൾ, കുലക്ഷയകൃതം കുലക്ഷയം കുലത്തിന് ക്ഷയം വരുത്തുന്നത്, ദോഷം ദോഷം, മിത്രദ്രോഹി മിത്രദ്രോഹികൾ, ച കൂടെ, പാതകം പാപം. ശ്ലോകാർത്ഥം: അത്യാഗ്രഹം കൊണ്ട് ബുദ്ധികെട്ടവരായ ഇവർ കുലം നശിപ്പിക്കുന്നു, മിത്രങ്ങളെ ദ്രോഹിക്കുന്നു. ഇനി 39ാമത്തെ ശ്ലോകം. കഥം ന ജ്ഞേയസ്മാഭി പാപാദസ്മാനിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. അർത്ഥം നോക്കാം. കഥം എന്തുകൊണ്ട്, ന ഇല്ല, ജ്ഞേയം അറിയേണ്ടത്, അസ്മാഭി നാം, പാപാത് പാപത്തിൽ നിന്ന്, അസ്മാത് ഈ, നിവർത്തിതും പിന്തിരിയുക, കുലക്ഷയകൃതം കുലക്ഷയം, ദോഷം ദോഷം, പ്രപശ്യദ്ഭിർ ശരിക്കും കാണുന്ന, ജനാർദ്ദന ജനാർദ്ദനൻ. ശ്ലോകാർത്ഥം നോക്കാം. അല്ലയോ ജനാർദ്ദന, എന്നാൽ കുലത്തിനു ദോഷം കാണുന്ന നാം ഈ പാപത്തിൽ നിന്നും പിന്തിരിയണമെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. ഇങ്ങനെ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്. അതായത് ഭൂമിക്ക് വേണ്ടി ദുര്യോധനൻ കുലക്ഷയം ചെയ്യുകയാണ്. അവകാശപ്പെട്ടവർക്ക് കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി വിട്ടുകൊടുക്കുന്നതിന് ദുര്യോധനനും കൂട്ടുകാരും തുനിയുന്നില്ല. അവർ ഇങ്ങനെ ചെയ്യുന്ന ദ്രോഹം, അതിൻ്റെ ഫലം എന്താണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപം അറിയാൻ കഴിയുന്നില്ല. എങ്കിലും നമുക്കതറിയാൻ സാധിക്കുന്നല്ലോ. ദുര്യോധനൻ അതറിയുന്നില്ലെങ്കിലും നമുക്ക് അതറിയാൻ സാധിക്കുന്നല്ലോ. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്നും പിന്തിരിയേണ്ടത് അത്യാവശ്യമല്ലേ. കാരണം യുദ്ധമുണ്ടായാൽ നമ്മുടെ കുലത്തിന് അതുകൊണ്ട് ദോഷമുണ്ടാകും. കുലക്ഷയം കൊണ്ട് തുടരെ വന്നു ചേരാവുന്ന പതനത്തിൻ്റെ ഇരുണ്ടുമൂടിയ ഒരു ചിത്രം ഒരു വലിയ ബുദ്ധിമാനെ പോലെയാണ് അർജുനൻ കൃഷ്ണൻ്റെ മുമ്പിൽ വിവരിച്ചു കാണിക്കുന്നത്. അതായത് അർജുനന് മനസ്സിലാകുന്നു, ദുര്യോധനന് ഇപ്പോൾ അവൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫലം എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ബുദ്ധിമാനായ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും അവൻ പിന്മാറുന്നില്ല എങ്കിൽ കൂടിയും നമ്മൾ അങ്ങ് പിന്മാറിയാൽ പ്രശ്നമുണ്ടാകില്ലല്ലോ. അതായത് നമ്മൾ പണ്ട് പറയില്ലേ, 2 കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദമുണ്ടാകൂ. ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയാൽ നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് അല്ലാതെ ഇവിടെ യുദ്ധമുണ്ടാവുകയില്ലല്ലോ. അങ്ങനെ യുദ്ധം ചെയ്താൽ നമ്മുടെ കുലത്തിനല്ലേ അത് നാശമുണ്ടാക്കി തരുന്നത്. ഈ വിധം വലിയ ബുദ്ധിമാനെ പോലെയാണ് അർജുനൻ എന്തു ചെയ്യുന്നത്? ഭഗവാനോട് ചോദിക്കുന്നത്.
40-ാമത്തെ ശ്ലോകം നോക്കാം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നമധർമ്മോ അഭിഭവത്യുത. അർത്ഥം നോക്കാം. കുലക്ഷയേ കുലനാശം, പ്രണശ്യന്തി നശിക്കുക, കുലധർമാഃ കുലധർമ്മങ്ങൾ, സനാതനാഃ പുരാതനമായ, ധർമ്മേ ആത്മീയമായ, നഷ്ടേ നശിപ്പിക്കപ്പെടുക, കുലം കുലം, കൃത്സ്ന മുഴുവനായി, അധർമ്മോ അധർമ്മം, അഭിഭവതി തരണം ചെയ്യുക, ഉത തീർച്ചയായും. ശ്ലോകാർത്ഥം നോക്കാം. കുലനാശത്താൽ സനാതനമായ കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നു. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ അധർമ്മം ആക്രമിക്കുന്നു. ഇത് അർജുനൻ വീണ്ടും ഭഗവാനോട് പറയുകയാണ്. കുലം നശിച്ചാൽ നമ്മുടെ സനാതനമായ ധർമ്മങ്ങളൊക്കെ നശിച്ചു പോകും. അങ്ങനെ പരമ്പരയായി നിലനിന്നു വന്നിരുന്ന കുലത്തിൻ്റെ ആചാരങ്ങൾക്ക് ശക്തമായ ദോഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കുലാചാരം നശിച്ചാൽ കുലം മുഴുവനും അധർമ്മം ബാധിച്ച് നശിക്കുവാൻ ഇടവരും. ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിൽ നിന്നും നമുക്ക് പിന്തിരിയണം എന്ന് ഭഗവാനെ പറഞ്ഞ് ഉപദേശിക്കാനായി അർജുനൻ ശ്രമിക്കുകയാണ്. ഭഗവാനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്വയം ബുദ്ധിമാനും തൻ്റെ ധർമ്മത്തെ പരിപാലിക്കുന്നവനുമാണ് എന്ന് നടിച്ചുകൊണ്ട് അർജുനൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ അർജുന വിഷാദ യോഗയിലെ 38, 39, 40 ഈ 3 ശ്ലോകങ്ങളാണ് പഠിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കാര്യങ്ങളൊക്കെ പറയുക. മുടങ്ങാതെ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ കേൾക്കുക. ഹരേ കൃഷ്ണ.